السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ആകാശം, ഭൂമി, കടലിൽ ഒരുപാട് മീനുകൾ അല്ലേ, അതുപോലെ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ അല്ലേ, നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ അല്ലേ, ആട്, പശു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം തനിയെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതാണോ? ഒരു മഴ പെയ്തപ്പോൾ ഉണ്ടായതാണോ? ഭൂമി ഒന്ന് കുലുങ്ങിയപ്പോൾ ഉണ്ടായതാണോ? ഭൂമിൻ്റെ അകത്തുനിന്ന് പിളർന്നിങ്ങനെ തനിയെ വന്നതാണോ? അല്ല. പിന്നെയോ? ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു അള്ളാഹു ഉണ്ട് അല്ലേ? തനിയെ ഒരു സാധനം ഉണ്ടാകുമോ? ഇല്ല. തനിയെ പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവോ? ഇല്ല. പിന്നെ എല്ലാ കാര്യത്തിൻ്റെയും ബാക്കിൽ അതിനുണ്ടാക്കിയ ഒരാൾ ഉണ്ടാകും അല്ലേ? ഇൻഷാ അല്ലാഹ്. കുറേ ആൾക്കാർ ഇങ്ങനെ പറയണം, ബുദ്ധിയില്ലാത്ത ആളുകളാണ്, പഠിക്കാത്ത ആളുകൾ. അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അവർ പറയും ഇതൊക്കെ തനിയെ പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഉണ്ടായതാണ്. എല്ലാം പൊട്ടിത്തെറിച്ചപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടായതാണ് എന്ന് കുറേ ആൾക്കാർ പറയും. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്, അവർ ശരിക്കും ചിന്തിക്കായിട്ടാണ്, പഠിക്കാഞ്ഞിട്ടാണ്. ഈ ലോകം ഇതിനൊക്കെ ഉണ്ടാക്കിയ ഒരു അള്ളാഹു ഉണ്ട്, എല്ലാത്തിനെയും പടച്ച ഒരു റബ്ബ് ഉണ്ട് എന്നുള്ളതിന് കുറേ തെളിവുകളുണ്ട്. എന്താണ് അത്രയും തെളിവുകൾ? ഒന്നാമത്തെ തെളിവ് ബുദ്ധിപരമായ തെളിവുകളാണ്. എന്താണ്? ബുദ്ധിപരമായ തെളിവുകൾ. മനസ്സിലായോ? എന്താ ബുദ്ധിപരമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും ഇതൊക്കെ ഉണ്ടാക്കിയത് തനിയെ ഉണ്ടായതല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഈ ആകാശവും ഭൂമിയും ഇതൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഒരു അറാബി, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും കഥ അല്ലേ? ഒരു അറാബി എന്ന് പറഞ്ഞാൽ ആരാണ്? മരുഭൂമിയിലൊക്കെ ജീവിക്കുന്ന കുറേ ഭയങ്കര പഠിച്ച് സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിച്ച് വലിയ ആളാണോ? അല്ല. മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ അറാബി. ഒരു അറാബിൻ്റെ അടുത്ത് ഒരാൾ പോയി. അയാൾ പോയിട്ട് ചോദിച്ചു, അല്ല നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ പഠിച്ചത് അള്ളാഹു ആണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞാണ്ട്, എന്താ സംശയം? ഇതൊക്കെ ഈ ആകാശവും ഭൂമിയൊക്കെ പഠിച്ച ഒരു അള്ളാഹു റബ്ബ് ഉണ്ട്, അതിൽ എനിക്കെന്തുണ്ട്? നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ചോദിച്ച ആൾ ഇയാൾ പറഞ്ഞ്, എന്നാൽ എന്താ തെളിവ്? അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? നീ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഈ അറാബി ചോദിച്ചു, നിങ്ങൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ നോക്ക്, അവിടെ എന്തോ നടന്നു പോയതിൻ്റെ അടയാളം ഉണ്ടോ? കാല് ഇങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഇതെന്താ? ഇത് ഒട്ടകം നടന്നു പോയ അടയാളാണ്. അപ്പോൾ നീ ഒട്ടകം ഇതിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ ഇതിലൂടെ നടന്നു പോകുന്നത്? പിന്നെ എങ്ങനെയാ നീ പറഞ്ഞത് ഇത് ഒട്ടകം നടന്നു പോയതാണ്? അതാ അടയാളം കണ്ടാൽ മനസ്സിലാകൂലേ? നല്ല ശക്തിയുള്ള ഇത്രയും വലിയ കാലൊക്കെ ഉള്ള ഒരു ഒട്ടകം നടന്നതിന്റെ അടയാളാണത്. ഒരു പൂച്ചക്കുട്ടി നടന്നതാണെങ്കിൽ ഇങ്ങനെയല്ല അടയാളം വരിക അല്ലെ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. ആണോ? എന്നാൽ അതേ ബുദ്ധി കൊണ്ട് നിനക്ക് ചിന്തിച്ചൂടെ? ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും കടലും മൃഗങ്ങളും മനുഷ്യനും മനുഷ്യന്റെ മുഖത്ത് കണ്ണും മൂക്കും ചെവിയും ഇതൊക്കെ ഉണ്ടാക്കിയത് നല്ല ശക്തിയും കഴിവുമുള്ള ഒരു അള്ളാഹു ആണ് എന്ന് നിനക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകൂലേ? അറാബി പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ശരിയാണ് അല്ലേ? ഒട്ടകം നടന്നുപോയ കാലടി അടയാളം കണ്ടാൽ അതിലൂടെ നടന്നു പോയത് ഒട്ടകാണെന്ന് മനസ്സിലാകുമെങ്കിൽ അല്ലേ? ഒരാളെ ചെരുപ്പിന്റെ അടയാളം നമ്മളിങ്ങനെ കണ്ടാൽ ഇതിലൂടെ ഒരാൾ ചെരുപ്പിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? എങ്കിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങളൊക്കെ കണ്ടാൽ ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു അള്ളാഹു ആണെന്ന് മനസ്സിലാകാൻ കുറേ പഠിക്കണോ? ഭയങ്കര ബുദ്ധി വേണോ? വലിയ സയന്റിസ്റ്റ് ആകണോ? ഒന്നും വേണ്ട, ചെറിയ സാധാ ബുദ്ധി മതി അല്ലേ?
കുറച്ച് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. തനിയെ ഒരു സാധനം ഉണ്ടാവില്ല, അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരാള്, അതുണ്ടാക്കാൻ പറ്റിയ കഴിവുള്ള ബുദ്ധിയുള്ള ഒരാള് ഉണ്ടാകും അല്ലേ. ഇനി നിങ്ങളൊരു വലിയ ബിൽഡിങ് കണ്ടു, ബുർജ് ഖലീഫ കണ്ടു. ഓക്കെ, ഒരാൾ ബുർജ് ഖലീഫന്റെ മുന്നിൽ പോയി നിന്നിട്ട് പറയാണ്, ഇന്റെ 2 വയസ്സ് കുട്ടികൾ അബ്ദുള്ള ഉണ്ടാക്കിയതാണ് ബുർജ് ഖലീഫ. ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കോ? സംസാരിക്കാൻ പോലും പറ്റാല, നടക്കാൻ പോലും പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടാക്കിയതാണ് ബുർജ് ഖലീഫ എന്നൊരാൾ പറഞ്ഞാൽ എല്ലാവരും അയാൾ എന്ത് ചെയ്യും? വേഗം വിളിക്കും ആംബുലൻസ്. ഹലോ, ഇവിടെ ഒരു ഭ്രാന്തുള്ള ഒരാളുണ്ട്, വേഗം കൊണ്ടുപോയിക്കോന്ന് പറയും അല്ലേ. അപ്പൊ എന്താ, ഇത്രയും വലിയ ബിൽഡിങ് ഇത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ബുദ്ധിയും വിവരവും കഴിവൊക്കെ വേണം, എന്നാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. എങ്കിൽ ബുർജ് ഖലീഫ ഉണ്ടാക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ആ ബുദ്ധിയും കഴിവൊക്കെ കൊടുത്തത് ആരായിരിക്കും? അല്ലേ. അവനേക്കാൾ ബുദ്ധിയും കഴിവുള്ള ഒരാളായിരിക്കുമല്ലോ. ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും രാവിലെ ആകുമ്പോൾ കൃത്യസമയമാകുമ്പോൾ ഒരു അലാറം പോലും അടിക്കണ്ട, സൂര്യൻ എന്ത് ചെയ്യും? ഒരു അല്ലേ. അങ്ങനെ വൈകുന്നേരം ആയാലും കൃത്യസമയമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കും അല്ലേ, രാത്രിയാകും. രാവിലെയും രാത്രിയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയതിന് പിന്നിൽ കഴിവും ബുദ്ധിയും ശക്തിയൊന്നും ഇല്ലാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാധു ഒരാളായിരിക്കോ? അല്ല, മറിച്ചോ എല്ലാത്തിനും കഴിവുള്ള ശക്തിയുള്ള ഒരു അള്ളാഹു ആയിരിക്കും അല്ലേ. സംശയം ഉണ്ടോ? സംശയമില്ലല്ലോ. അപ്പൊ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ മനസ്സിലാകും? ഇതൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിന്റെ പിന്നിൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു അള്ളാഹു ഉണ്ട്. ഇതൊരു കഴിവും ശക്തിയൊന്നും ഇല്ലാത്ത ഒരാൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് നല്ല ശക്തിയും കഴിവും ഒക്കെ ഉള്ള ഒരാള് ഉണ്ടാക്കിയതാണ്. അവനാണ് നമ്മുടെ റബ്ബ് അല്ലേ. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇതാണ് ബുദ്ധിപരമായ തെളിവ്. ഇങ്ങനെ ബുദ്ധിപരമായ തെളിവ് കുറേ ഉണ്ട് അല്ലേ. ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. ഒരിക്കലും ഇമാം അബു ഹനീഫന്റെ കഥ പറയാറുണ്ടല്ലോ. കുറെ ആൾക്കാർ പറഞ്ഞെന്ത്, അള്ളാഹൊന്നുമില്ല, ആകാശവും ഭൂമിയൊക്കെ തനിയെ ഉണ്ടായതാ, ഇതൊക്കെ തനിയെ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഉണ്ടായതാ. ആദ്യം മഴ പെയ്തു, പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഭൂമിയൊക്കെ കുലുങ്ങി, എല്ലാം ആകാശത്തൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ഭൂമിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ തെറിച്ച് വന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ വെള്ളം ഉണ്ടായി, വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ജീവി ഉണ്ടായി. അങ്ങനെ ജീവിയൊക്കെ വന്ന് വലുതായി. അങ്ങനെ പലതരം ജീവികളുണ്ടായി. ജീവികൾക്ക് കണ്ണും മൂക്കും ചെവിയൊക്കെ ഉണ്ടായി, കാണാൻ തുടങ്ങി. അങ്ങനെ എല്ലാം തനിയെ ഇങ്ങനെ ഉണ്ടായതാണ്. നല്ല കാര്യം, നല്ല ബുദ്ധിയുള്ള കാര്യം ഇല്ല. ആർക്കെങ്കിലും ചിന്തിച്ചാൽ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മളൊരു കുറേ കടലാസ് ഇങ്ങനെ അട്ടിക്കൊരു സ്ഥലത്ത് വെച്ച് ഒരു പാനയും വെച്ച് നല്ല മഷിയൊക്കെ നിറച്ചിട്ട് കുറേ കാലം കഴിഞ്ഞാൽ അതൊരു ബുക്കായി മാറുമോ? തനിയെ കുറേ കാലം വെച്ചാല് ആയി മാറോ? ഇല്ലല്ലോ. ഇല്ല, ആരെങ്കിലും എഴുതണ്ട, എന്നാലല്ലേ ആവുള്ളൂ. അതേപോലെ തന്നെ അല്ലേ. ഇമാം അബു ഹനീഫന്റെ കാലത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇതൊക്കെ തനിയെ പെട്ടെന്നുണ്ടായതാ എന്ന് പറഞ്ഞു. അപ്പോഴോ അവരുമായിട്ട് സംവാദം, ചർച്ച. നമ്മളിങ്ങനെ ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്ത ആൾക്കാരായിട്ട് ചർച്ച ചെയ്ത് സമയം കളയാനുണ്ടോ? ഇല്ല. ജസ്റ്റ് പറഞ്ഞെടുത്താൽ മനസ്സിലാവും അല്ലേ. എന്നിട്ടും മനസ്സിലാക്കണില്ലെങ്കിൽ ഓനെന്തോ തകരാറുണ്ട് ബുദ്ധിക്ക്, പിന്നെ ഓനെ വിട്ട് ഓന്റെ വഴിക്ക് വിടുക അല്ലേ. ഇമാം അബു ഹനീഫ ഇവരോട് സംസാരിക്കാൻ പോയി. ഇമാം അബു ഹനീഫക്ക് സംസാരിക്കുക, വലിയ ആലിമ അല്ലേ. ഇവരെടുത്ത് പോയാലും ഇമാം അബു ഹനീഫന്റെ ബുദ്ധിക്കൊന്നും സംഭവിക്കൂല, കാരണം ഇവരെക്കാളും നല്ല ബുദ്ധിയും ഇൽമും കഴിവൊക്കെ ഉള്ള ആളാണ്. ഇമാം അബു ഹനീഫ സംസാരിക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സ്ഥലം, ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് ഞാൻ വരാം, നിങ്ങളെല്ലാവരും ആ സ്ഥലത്ത് വരണം ഒക്കെ തീരുമാനിച്ചു. എന്നിട്ടോ ഈ ആൾക്കാരൊക്കെ വലിയ ആളായിട്ട് ഇങ്ങനെ വന്ന് ഇമാം അബു ഹനീഫ വരട്ടെ കാത്തിരിക്കാണ്. ആര് വരാന്? ഇമാം അബു ഹനീഫ വരാൻ കാത്തിരുന്നു. കാണില്ല. കുറേയൊക്കെ സമയമായി, ഇമാം അബു ഹനീഫനെ കാണില്ല. അങ്ങനെ കുറേ സമയം കാത്തിരുന്നിട്ട് അവർ പറഞ്ഞു, കണ്ടോ അബു ഹനീഫ പേടിച്ച് ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കാന് അവൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോണ്ട് ദൂരത്തുനിന്ന് ഇമാം അബു ഹനീഫ ഇങ്ങനെ നടന്നു വരാം. അപ്പൊ ഇവര് ചൂടാവാൻ തുടങ്ങി. നിങ്ങൾ എത്ര സമയം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണ്, കാത്തിരിക്കുന്ന, എവിടെ പോയതാ
നിങ്ങൾ എന്തൊരാളാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിയിൽ പെട്ടെന്നതാ ഒരു പുഴ അല്ലേ? അപ്പൊ പുഴ കടക്കണ്ടേ? പുഴ കടക്കണമെങ്കിൽ തോണി വേണം. അപ്പൊ ഞാനിങ്ങനെ പുഴക്കരയിൽ കാത്തിരുന്നപ്പോ പെട്ടെന്നതാ ഒരു മരം ഇങ്ങനെ മുളച്ചു വരുന്നു. അപ്പൊ മരം വന്നു. അപ്പൊ അത് ആ മരം ഇങ്ങനെ പെട്ടെന്ന് തനിയെ ഒരു തോണിയായി. അപ്പൊ ഞാൻ ആ തോണി കയറി. എന്നിട്ട് ആ തോണിയിൽ ഇങ്ങനെ കടന്ന് പുഴ കടന്ന് ഞാൻ ഇവിടേക്ക് എത്തി. ഇതെന്താ അബൂ ഹനീഫ ഞങ്ങളെ കളിയാക്കുക? പെട്ടെന്നൊരു പുഴയോ, പെട്ടെന്നൊരു മരോ, പെട്ടെന്നൊരു തോണിയോ, എന്താ ഈ കളിയാക്കുക? ആര് ചോദിച്ചു? ആൾക്കാർ ചോദിക്കാണ്. ഇത്രയും വലിയ ദുനിയാവ് മുഴുവനും, ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും മഴയും കാർമേഘങ്ങളും കാറ്റും അല്ലേ, കടലും കാടും മൃഗങ്ങളും ഇതൊക്കെ തനിയെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി വന്നതാണെങ്കിൽ പിന്നെ ഈ ഒരു പുഴയും മരവും തോണിയാണ് ഉണ്ടാവാൻ പണി അല്ലേ? അവരാകെ തകർന്നു പോയി, തോറ്റുപോയി അല്ലേ? അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും എന്ത്? ഇങ്ങനെ തനിയെ ഒന്നും ഉണ്ടാകൂല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അം ഖുലിഖൂ നഅം അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒന്നുമില്ലാണ്ട് തനിയെ അവരുണ്ടായതാണോ? അങ്ങനെയാണോ അവർ പറയുന്നത്? ബുദ്ധിക്ക് യോജിക്കാത്ത പണിയാണ് അല്ലേ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവരെന്നെ ഉണ്ടാക്കിയതാണോ? അവരെ ആണോ? നമ്മൾ തന്നെ ഞാൻ എന്നെ ഉണ്ടാക്കുക. എൻ്റെ കണ്ണ് ഞാൻ ഇവിടെ വെക്കും, എൻ്റെ മൂക്ക് ഇവിടെ വെക്കും. പറ്റുമോ? നമുക്ക് നമ്മളെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവര് സ്വന്തം തന്നെ സൃഷ്ടിക്കുന്ന ആളുകളാണോ? അല്ല. പിന്നെയോ? അള്ളാഹുവാണ് നമ്മളെ പടച്ചത് ഇല്ലേ? അള്ളാഹുവാണ് എല്ലാം പടച്ച് ഉണ്ടാക്കിയത്. അതെ, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ബുദ്ധി കൊണ്ടുള്ള തെളിവുകൾ. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ബുദ്ധി കൊണ്ടുള്ള തെളിവുകൾ. ഇതിന് കുറേ ബുദ്ധി വേണോ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ കുറേ ബുദ്ധിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇല്ല, സാധാ ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ അറാബി തന്നെ വേഗം മനസ്സിലാക്കി അല്ലേ? പിന്നെ വേറെ തെളിവുണ്ട്, ഫിത്രത്തിൽ തന്നെയുള്ള തെളിവ്. അതെന്താ ഫിത്രത്തിൽ തന്നെയുള്ള തെളിവ്? നമ്മൾ അള്ളാഹു പഠിച്ചതല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഉണ്ട്. ഇതൊക്കെ പടച്ച ഒരു റബ്ബ്, ഒരു സൃഷ്ടാവ്, ഒരു ഖാലിഖ്, ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫിത്രത്തിൽ തന്നെ ഉള്ളതാണ്. എത്ര ഒരാൾ അല്ല എന്ന് ദിക്റ് ചൊല്ലി നടന്നാലും, കുറേ പ്രാവശ്യം പറഞ്ഞാലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം അവന് ഉണ്ടാവും. അതുകൊണ്ടാണ് വലിയ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം എന്തോ പ്രയാസം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ആൾക്കാരോട് പറയാണ്, നിങ്ങൾ എന്നോട് ഇങ്ങനൊന്നും പറയണ്ട, മുകളിലുള്ള ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതെന്താ? ഇയാളെന്താ ഇത്രയും കാലം പ്രസംഗിച്ചത്, പുസ്തകത്തിൽ എഴുതി വെച്ചത്? അള്ളാഹു ഇല്ല, ആരും ഇതൊക്കെ തനിയെ ഉണ്ടായതാണ്. പെട്ടെന്നൊരു പ്രയാസം വന്നപ്പോൾ എന്തായി? ചിലപ്പോൾ പെട്ടെന്ന് എന്ത് അറിയാണ്ട് മുകളിൽ നിന്നോ ദൈവമേ, അള്ളാഹുവേ അല്ലേ? ഒരേ ഭാഷയിൽ ദൈവമേ എന്നൊക്കെ വിളി. അതെന്താ? അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എന്തുണ്ട്? അതാണ്. മനസ്സിലായോ? ഫിറോനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, എന്താണ്? വസ്തൈഖനത്, അവരുടെ ഹൃദയത്തിൽ അവരെന്ത് ചെയ്തു? ഉറപ്പുണ്ട്. പക്ഷെ നാവ് കൊണ്ട് അവരെന്ത് ചെയ്തു? കളവാക്കി. മനസ്സിലായോ? അള്ളാഹുവിനെ കളവാക്കി. പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഫിത്രത്ത് തന്നെ, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വിശ്വാസമാണ് എന്ത്? അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം. മനസ്സിലായോ? ഇപ്പം എത്ര തെളിവായി? 2 തെളിവായി അല്ലേ? ബുദ്ധിപരമായ തെളിവുണ്ട്, പിന്നെ നമ്മുടെ ഫിത്രത്തിൽ തന്നെയുള്ള തെളിവുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബോധം ഉണ്ട്. ഇനി 3ാമത്തെ തെളിവ് എന്താണ്? അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അല്ലേ? അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അള്ളാഹു അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്,
ജീവിതവും മരണവും പടച്ച ആര്? അള്ളാഹു അല്ലേ? പിന്നെന്താ അള്ളാഹു ഖാലിഖാണെന്നുള്ളതിന്റെ ദലീൽ എന്താ, തെളിവെന്താ? അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇങ്ങനെ എത്ര തെളിവുണ്ട് ഖുർആനിൽ അല്ലേ? ഒരു തെറ്റുമില്ലാത്ത, ഒരു കളവുമില്ലാത്ത, എത്രയോ കാലമായിട്ട് ഒരു അക്ഷരം പോലും മാറിയിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ അല്ലേ? ആ ഖുർആനിൽ മുഴുവനും എന്താ ഉള്ളത്? അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? ഖുർആൻ തന്നെ അള്ളാഹുവിൻ്റെ തെളിവല്ലേ? കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലേ? ഇത്രയും കാലമായിട്ട് എത്രയോ ആളുകൾ കാണാതെ പഠിച്ചു, പക്ഷെ ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടില്ല, മാറ്റാൻ പറ്റുമോ? ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ ഖുർആനിനെ പോലെ വേറൊരു ഖുർആൻ ഇറക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല അല്ലേ? അപ്പൊ അത് തന്നെ ഒരു വലിയ തെളിവാണ് അല്ലേ? ഇപ്പൊ എത്ര തെളിവായി? 3 തെളിവായി. ശരി, അപ്പൊ ഇങ്ങനൊക്കെ ആയിട്ട് നമുക്ക് കണ്ണും ചെവി മൂക്കൊക്കെ തന്ന് ഇതൊക്കെ തന്നിട്ട് അള്ളാഹു നമ്മളെ ഉണ്ടാക്കി പടച്ചു. എന്തിനാ നമ്മൾ അള്ളാഹു പടച്ചത്? ലിമാദാ ഖലഖനല്ലാഹ്, അള്ളാഹു നമ്മൾ എന്തിനാ പടച്ചത്? ഖലഖനല്ലാഹു ലിഇബാദത്തി, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. വെറുതെ നിങ്ങളെല്ലാവരെയും അള്ളാഹു ഇത്രയും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ണും ഇതൊക്കെ തന്ന് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് കുടിക്കാൻ വെള്ളമൊക്കെ തന്ന് പഠിച്ച് നിങ്ങൾക്ക് ഇത്രയും ചിന്തിക്കാനുള്ള തലച്ചോറൊക്കെ തന്ന് ബ്രെയിനൊക്കെ തന്നില്ലേ? എന്തൊരു അത്ഭുത ബ്രെയിനൊക്കെ അല്ലേ? എന്നിട്ടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ ആടും പശുവൊക്കെ ജീവിക്കണ പോലെ ജീവിച്ച് മരിച്ചാൽ മതി. അങ്ങനെയാണോ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നായാലും മനുഷ്യനായാലും അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. ആരാണോ നമ്മളെ പഠിച്ചത് അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ. നമ്മളെ പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവനോട് പറയാം. എത്ര സിമ്പിളാ അല്ലേ? മഴയില്ല, വെള്ളമില്ല, ആരാ മഴ പെയ്യിക്കണത്? അള്ളാഹു. മഴ പെയ്യുന്ന കാർമേഘം ഉണ്ടാക്കിയത് ആരാണ്? വെള്ളം ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹു. അപ്പൊ ആരോട് ചോദിച്ചാൽ മതി? അള്ളാഹുവിനോട് അല്ലേ? അസുഖം വന്നു, ആരാ അസുഖം ഉണ്ടാക്കുന്നത്? അള്ളാഹു. അപ്പൊ അസുഖം മാറ്റാനായിരിക്കാൻ പറ്റുള്ളൂ അള്ളാഹുവിന്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അള്ളാഹുവെ പനിയാണ് മാറ്റിത്തരണേ അല്ലേ? നരകം ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹു. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോട് അല്ലേ? ഒരാൾ വലിയ മലന്റെ മുകളിൽ, ജബലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ജബലുണ്ടാക്കിയത് ആരാ? അള്ളാഹു. ജബലിന്റെ മുകളിൽ നിന്ന് വീണാല് താഴേക്ക് വീണു പോകുമെന്ന് തീരുമാനിച്ചത് ആരാ? അള്ളാഹു. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ആർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിന്. സംശയം ഉണ്ടോ? യൂനുസ് നബി അലൈഹി സ്വലാം കടലിൽ മുങ്ങി, മീന് വിഴുങ്ങി, മീനിന്റെ വയറ്റിൽ കുടുങ്ങി, മീന് കടലിന്റെ അടിയിൽ പോയി അല്ലേ? ആരെങ്കിലും വിളിച്ചാൽ കേൾക്കോ? ആർക്കെങ്കിലും സൗണ്ട് കേൾക്കോ? കടലിന്റെ അടിയിൽ നിന്ന് സംസാരിച്ചാല്? പക്ഷെ യൂനുസ് നബി ആരോട് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലാ അൻത്, അള്ളാഹുവെ നിന്നോട് മാത്രം ഞാൻ ദുആ ചെയ്യുള്ളൂ, എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ. അള്ളാഹു രക്ഷിച്ചില്ലേ? അപ്പൊ ഇതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. നമ്മൾക്ക് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു ഉണ്ട് എന്നതിന് എത്ര തെളിവുണ്ട്? 3 തരം തെളിവുണ്ട്. ഒന്നാമത്തേത് ബുദ്ധിപരമായ തെളിവ് അല്ലേ? ഹിസ്സിയായ തെളിവുകൾ അല്ലെങ്കിൽ അഖ്ലിയായ തെളിവുകൾ. രണ്ടാമത്തേതോ ഫിത്തറിയായ, ഫിത്രത്തിൽ തന്നെയുള്ള തെളിവ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തെളിവ് അല്ലേ? മൂന്നാമത്തേതോ അള്ളാഹുവിന്റെ കലാമായ ഖുർആനും ഹദീസും ഒക്കെ ഉൾക്കൊള്ളുന്ന നഖലിയായ തെളിവ് എങ്കിൽ പിന്നെ വഹീന്റെ തെളിവ്. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.